നമസ്തേ, എല്ലാവർക്കും ഡ്രീം എഡ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ പിള്ള കവിതയുടെ ആക്ടിവിറ്റീസാണ്. നോക്കിയേ, 23ാമത്തെ പേജിലെ ഹം പി ജോഡേ. നമുക്കിത് യോജിപ്പിക്കാം. ചിത്ര ദേക്കിയേ. പിള്ള എന്താ ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കുകയാണ്. ക്യാ ഖാനാ പസന്ത് ഥാ? എന്താഹാരമാണ് ഇഷ്ടമായിരുന്നത്? നമ്മുടെ പിള്ളയ്ക്ക് എന്തായിരുന്നു ഇഷ്ടമായത്? ബിസ്കൂട്ട് അല്ലേ? ബിസ്ക്കറ്റ്, ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കുന്നതല്ലേ ഇഷ്ടം. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? ബിസ്കൂട്ട്. സായുടെ പകുതിയും കായും ഊച്ചിനു. ബിസ്കൂട്ട് ഖാന പസന്ത് ഥ. ഇതിൽ ആ ക്യായുടെ അവിടെ മാത്രം, ക്യാ പറഞ്ഞാൽ എന്ത്, അവിടെ മാത്രം ബിസ്കൂട്ട് എന്ന് എഴുതിയിട്ട് ബാക്കി അങ്ങനെ എടുത്തെഴുതുക. ബിസ്കൂട്ട് ഖാന പസന്ത് ഥ. അടുത്ത് നോക്കൂ, ചിത്ര ദേക്കിയേ. ക്യാ ഹേ? പിള്ള ഫാനിൻ്റെ ചോട്ടിൽ ഉറങ്ങുകയാണ്. കിസ്കേ നീച്ചേ സോത്താ ഹേ? എന്തിൻ്റെ അടിയിലാണ് ഉറങ്ങുന്നത്? എന്തിൻ്റെയാണ്? പങ്കേക്കെ നീച്ചേ. പങ്കേക്കെ നീച്ചേ. ഫാനിൻ്റെ അടിയിലാണ് ഉറങ്ങുന്നത്. സോത്ത ഥ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കിസ്കെ ചിത്ര ദേക്കിയേ. കളിക്കുകയാണ് അല്ലേ? കിസ്കെ സാത്ത് ഖേൽത്താ ഥാ? ആരുടെ കൂടെയാണ് കളിക്കുന്നത്? ആരുടെ കൂടെയാണ് കളിക്കുന്നത്? നീതു के साथ खेलता था. നീതുവിൻ്റെ കൂടെയാണ് കളിക്കുന്നത്. അവിടെ കിസ്കെ എന്നുള്ളിടത്ത് നീതൂക്കെ എന്നാക്കിയാൽ മതി. കിസ്കെ നീതൂക്കെ. അടുത്ത ലൈൻ നോക്കൂ. അടുത്ത ലൈനിൽ അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞതേക്ക് ഇൻകി മദത് സേ കവിതാമേം പങ്ക്തിയാൻ ജോഡേ. ഈ നമ്മളിപ്പോൾ എഴുതിയതിൻ്റെ സഹായത്തോടു കൂടി കവിതയിൽ വരികൾ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ എഴുതിയത് അങ്ങനെ എടുത്തെഴുതിയാലോ? ബിസ്കുട്ട് ഖാന പസന്ത് ഥ. ആദ്യത്തെ എന്താണ്? ബിസ്കുട്ട് ഖാന പസന്ത് ഥ. അതങ്ങനെ എടുത്തെഴുതുക. പസന്ത് ഥ. അടുത്ത എന്താണ്? പങ്കേക്കെ നീച്ചേ സോത്താ ഥ. പങ്കേക്കെ നീച്ചേ സോത്താ ഥ. അടുത്തത് എന്താണ്? നീതുക്കെ സാത്ത് ഖേൽത്താ ഥ. നീതുക്കെ സാത്ത് ഖേൽത്താ ഥ അല്ലേ? ഇനി അടുത്ത് നമുക്കൊരു വരി എഴുതിയാലോ? പിന്നെ എന്താണ് നീതുവിൻ്റെ കൂടെ ആ നായ്ക്കുട്ടിക്ക് ചെയ്യുന്നത്? പഠിക്കില്ലേ? അപ്പം നീതുക്കെ സാത്ത് കൂടെ. നീതുക്കെ സാത്ത് പഠ്താ ഥ. നീതുവിൻ്റെ കൂടെ പഠിക്കുന്നു. എന്തൊക്കെയാണ്? ബിസ്കുട്ട് ഖാന പസന്ത് ഥ, പങ്കേക്കെ നീച്ചേ സോത്താ ഥ, നീതുക്കെ സാത്ത് ഖേൽത്താ ഥ, നീതുക്കെ സാത്ത് പഠ്താ ഥ. ഇനി നോക്കൂ, നമുക്ക് അടുത്ത പേജ് നോക്കൂ. പരിചിത ശബ്ദോമ്പോ പർ ഗോള ലഗായി. ഈ കുറച്ച് വാചകം കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾ പരിചയപ്പെട്ട വാക്കുകൾക്ക് വൃത്തം വരയ്ക്കാനാണ്. നോക്കൂ, രാത്ത് നമ്മൾ പഠിച്ചതല്ലേ? രാത്ത്. സമയ്, നീതു, കിതാബ്, ഗർ, അമ്മ, ചായ്, ഖുഷ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? എന്നിട്ട് നമുക്ക് അതിനെ ഇവിടേക്ക് എടുത്തെഴുതാം. അപ്പം നമ്മൾ എന്തെഴുതും? ആ വട്ടം വരച്ചതൊക്കെ എഴുതുക. രാത്ത്, സമയ, പിന്നെന്താണ് വരുന്നത്? നീതു, കിതാബ്,
കിതാബ്. അമ്മ. അമ്മ. അടുത്തത് ചായ്. ചായ്. ഖുഷ്. ഖുഷ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് അറിയാവുന്ന ഒക്കെ എഴുതുക. ഖുഷ്. ഇനി അടുത്ത പേജ് നോക്കൂ. ഇത് തന്നെ പിള്ളയെക്കുറിച്ച് തന്നെ എല്ലാം. പടേ ഔർ സമച്ചേയും വായിച്ച് മനസ്സിലാക്കാൻ. ദേക്കിയേ പഹല ചിത്ര ദേക്കിയേ. ആദ്യത്തെ ചിത്രം നോക്കൂ. എന്താ ചെയ്യുന്നത് പിള്ള? സോത്താഹേ. സോത്താഹേ. രണ്ടാമത്തേത് ഖാത്താഹേ. മൂന്നാമത്തേത് ഖേൽത്താഹേ. അപ്പം നമുക്ക് ഇത് യോജിപ്പിക്കാം. പിള്ള ഒന്നാമത്തെ ചിത്രം എന്താണ്? പിള്ള സോത്താഹേ. അടുത്തത് പിള്ള ഖാത്താഹേ. അടുത്തത് പിള്ള ഖേൽത്താഹേ. അല്ലേ? ഇത് മൂന്നും നിങ്ങൾ കുറേ തവണ പഠിക്കുക. പില്ല സോത്താഹേ, പില്ല ഖാത്താഹേ, പില്ല ഖേൽത്താഹേ. ഇങ്ങനെ പഠിക്കുക. അടുത്ത് നോക്കൂ. വീണ്ടും അതേ ചിത്രം തന്നെ. എന്ത് ചിത്രമാണിത്? പിള്ള ആഹാരം കഴിക്കുന്നത് അല്ലേ? ഇവിടെ നോക്കൂ. ഒരു ബോക്സിൽ ഖേൽത്ത ഖാത്ത സോത്ത. ഇതിലേതാണ് വരുന്നത്? കഴിക്കുകയാണ് ഖാത്ത. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെഴുതും? പില്ല. അതങ്ങനെ എഴുതുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മൂന്ന് വാക്കും സോത്ത ഖാത്ത ഖേൽത്ത ഇത് മൂന്നും കുറേ പ്രാവശ്യം എഴുതി പഠിക്കുക. അപ്പോൾ എക്സാമിന് ഇതിലൊന്ന് എന്തായാലും ചോദിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങൾ അഭിപ്രായം ഒന്ന് പറയുക.